ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെ നാലുമണി പലഹാരം. അതായത് നമ്മളെല്ലാവരുടെയും കിട്ടുന്ന പോലെ തന്നെ നല്ല ഒന്നാം തരം നല്ല മുളക് ബജ്ജി. അതായത് മുളക് ബജ്ജിക്കുള്ള മുളകാണ് അത്. അതേപോലെ തന്നെ നല്ല ഒന്നാം തരം അടിപൊളി വാഴയ്ക്ക. അത് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഇതിനെ കഴുകി എടുക്കണം. നന്നായി കഴുകി എടുത്ത ശേഷം നമ്മളിതിനെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി പലഹാരം ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വാഴയ്ക്ക നല്ല ചെറിയ പീസാക്കി നല്ല ചെറിയ പീസാക്കി എടുക്കണം. അങ്ങനെന്നറിയോ? ഓക്കെ, അത് വേണ്ട, നമുക്ക് നല്ല സ്റ്റൈല് പീസാക്കി നമുക്ക് കുറച്ചുകൂടെ നൈസാക്കാം. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ നൈസാക്കണേ അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്താൽ കുറച്ച് നൈസാക്കി എടുക്കും. ഓക്കെ, നല്ല അടിപൊളി പീസാണ്. നല്ല അസല് വാഴയ്ക്ക ബജിക്കുള്ള പീസാണ്. ഇവിടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ഇവിടെ സ്പീഡായിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ എന്താ പറയുക, കൈ ചിലപ്പോൾ പണി കിട്ടും മക്കളെ. എന്താ പറയുക, കുറച്ചിത്തിരി മെനക്കെടുന്ന പണിയാണ്. പക്ഷെ എന്നാൽ കൂടെ സംഭവം നല്ല അസലായിട്ട് വരും. ഓക്കെ, മതി. എന്താ പറയുക, അപ്പോൾ നമുക്ക് ഇത്രയും പീസൊക്കെ കിട്ടിയില്ലേ? നല്ല അസല പീസാണ് കണ്ടില്ലേ? ഇതൊക്കെ ഇത് നമുക്ക് ഈ മുളകിന് 2 പീസാകും. നല്ല രസമായിട്ടുള്ള ഫ്രഷ് മുളകാട്ടോ. അന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല അസല മുളകാണ് ഇതൊക്കെ. കണ്ടോ, ഇത് നമ്മൾ ഈ മുളകിനകത്ത് തന്നെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നല്ല ഒന്നാന്തരം പുളി ഉണ്ട്. ആ പുളി കുറച്ചങ്ങോട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നല്ല പഴം പുളി, നല്ല ഒന്നാന്തരം പഴം പുളി. സോറി കേട്ടോ, അത് മാറിപ്പോയി. ഞാൻ കുറച്ചപ്പോഴും ഞാൻ ഇഞ്ചി അരിഞ്ഞുള്ളൂ വേറെ കാര്യത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണത്. നല്ല ഒന്നാന്തരം പഴം പുളി ഇതിനകത്ത് നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു. എന്താ കാര്യം, ആ തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ് കഴിക്കാൻ, നല്ല എരിവുണ്ടാവും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കടലമാവ്, നല്ല ശുദ്ധമായിട്ടുള്ള കടലമാവുണ്ട്. ഇത് നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർക്കാം. ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലൊരു 4 ടീസ്പൂണ് അരിപ്പൊടി. പിന്നെ നമ്മൾ